പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തൊരു വാർത്ത പഞ്ചാബുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ സീസണിൽ മികച്ചൊരു തുടക്കം ലഭിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ട് നിറം മങ്ങിയ പ്രകടനമായിരുന്നു പഞ്ചാബിൻ്റേത്. മാത്രമല്ല സീസണിനിടയിൽ തന്നെ പല താരങ്ങൾക്കും പരിക്കേറ്റതും ടീമിന് വലിയ തിരിച്ചടിയായി മാറിയിരുന്നു. അടുത്ത സീസണിൽ പഞ്ചാബ് ടീമിൽ ഒരുപാട് അഴിച്ചുപണികൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ടീമിലെ പല താരങ്ങളും ക്ലബ്ബ് വിട്ടേക്കുമെന്ന വാർത്തകളെല്ലാം നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വാർത്തയനുസരിച്ച് പഞ്ചാബ് ടീമിലെ എല്ലാ വിദേശ താരങ്ങളെയും അവർ ഒഴിവാക്കിയേക്കും. KLNയുടെ റിപ്പോർട്ട് അനുസരിച്ച് പഞ്ചാബ് അവരുടെ 6 വിദേശ താരങ്ങളെയും റിലീസ് ചെയ്തേക്കും. മികച്ച പ്രകടനം കാഴ്ചവെച്ച ചില താരങ്ങൾ ടീമിൽ ഉണ്ടായിട്ട് പോലും അവർക്കൊന്നും ടീമിൽ തുടരാൻ താല്പര്യമില്ല. മാനേജ്മെന്റുമായി ചില ഇഷ്യൂസ് എല്ലാം ഉണ്ട് എന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. എഡ്മുണ്ട് ലാൽഡൻ ഡിക്ക എന്ന ഒരു യുവതാരം കേരള ബ്ലാസ്റ്റേഴ്സിൽ സൈൻ ചെയ്തേക്കുമെന്ന് 90s ടോപ്പ് പേജ് എന്നൊരു പേജ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത നൽകിയിരിക്കുകയാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യ. 2 വർഷത്തെ കോൺട്രാക്റ്റിൽ താരം ബ്ലാസ്റ്റേഴ്സിൽ സൈൻ ചെയ്തേക്കുമെന്നെല്ലാം നേരത്തെ 90s ടോപ്പ് പേജ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യയുടെ റിപ്പോർട്ട് അനുസരിച്ച് എഡ്മുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ല. ഇന്റർ കാസിയെ മറ്റൊരു ക്ലബ്ബ് പോലും ഇതുവരെ കോൺടാക്ട് ചെയ്തിട്ടില്ല എന്നാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യ വ്യക്തമാക്കുന്നത്. നേരത്തെ 90s ടോപ്പ് പേജ് റിപ്പോർട്ട് ചെയ്ത അതായത് എഡ്മുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നുള്ള വാർത്ത വ്യാജമാണ് എന്നാണ് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ ഇന്റർ കാസിയുമായി ഒരു ക്ലബ്ബ് പോലും ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ഹോർമി പാമനെ വിട്ടു നൽകാൻ ക്ലബ്ബ് തയ്യാറാണ്. മികച്ചൊരു ഓഫർ ലഭിക്കുകയാണെങ്കിൽ ഹോർമിയെ വിട്ടു നൽകുമെന്ന് നേരത്തെ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു വാർത്ത അനുസരിച്ച് ഹോർമിയെ ടീമിലേക്ക് എത്തിക്കാൻ ഈസ്റ്റ് ബംഗാളിന് താല്പര്യമുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് 2027 വരെ ഹോർമിക്ക് കോൺട്രാക്ട് ഉണ്ടെങ്കിലും താരത്തിന് റിലീസ് ചെയ്യാനായിട്ട് ബ്ലാസ്റ്റേഴ്സ് തയ്യാറാണ്. നിലവിൽ ഈസ്റ്റ് ബംഗാൾ ഹോർമിയെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കൂടുതൽ ISLമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.